Welcome back to Kitchentales. ഇന്നത്തെ ലഞ്ച് ഒരുമാതിരി എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ചില്ലി ചിക്കൻ വിത്ത് ഗ്രേവി. ഡ്രൈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് കുറേ കൂടെ ഗ്രേവി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. ആൻഡ് അതിൻ്റെ കൂടെ ഞാൻ 2-3 പുതിയ റെസിപ്പീസ്, സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ബീറ്റ്റൂട്ട് ഡംപ്ലിംഗ് വിത്ത് ചീസ് ഫില്ലിംഗ് ആയിട്ട്, ആൻഡ് ഒരെണ്ണം ഒരു ഡെസേർട്ട് പോലെ. അത് രണ്ടും ഞാൻ ട്രൈ ചെയ്യാൻ, നമുക്ക് അത് ആദ്യം ചെയ്യാം. ബീറ്റ്റൂട്ട് ഡംപ്ലിങ്ങിന് ഇതുപോലെ ഒരുമാതിരി വലിയ ബീറ്റ്റൂട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത്, ഏറ്റവും തിന്നായിട്ട് സ്ലൈസ് ചെയ്ത്, എന്നിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. നന്നായിട്ട് സോഫൻ ആവണം, എന്നാലേ നമുക്കിങ്ങനെ മടക്കാൻ പറ്റുള്ളൂ, ഡംപ്ലിംഗ് ഒക്കെ ചെയ്യണ പോലെ. ആൻഡ് ഇതിൽ ഫില്ലിംഗ് ആയിട്ട്, ആൻഡ് ഇതിപ്പോൾ ഗോട്ട് ചീസ് ഫില്ല് ചെയ്യുന്നത്, ഗോട്ട് ചീസ്, വാൾനട്ട്സ്, കുറച്ച് ഒലിവ് ഓയിൽ, ആൻഡ് ഞാൻ ഇതുപോലെ പിക്കിൾ പെപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഇതിങ്ങനെ നമ്മൾ പെപ്പർ ഇങ്ങനെ ഫ്രഷ് പെപ്പർ ഇങ്ങനെ പിക്കിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു എരിവൊക്കെ പോവും. ആൻഡ് ഉപ്പും വിനാഗിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്രിസ്പിയാണ്, ഭയങ്കര ഒരു വ്യത്യാസമുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഹണി, ഇതാണ് ഫില്ലിങ്. ആൻഡ് ഗോട്ട് ചീസ് ആൻഡ് ഹണി നല്ലൊരു, ഇത് ആക്ച്വലി ഒരു റീൽ കണ്ട റെസിപ്പിയാണ്. ആൻഡ് അതിൽ പക്ഷേ പനീറാണ് അവർ ഫില്ല് ചെയ്യണേ. ബട്ട് എനിക്കെന്തോ ആ ഒരു ഫില്ലിങ് അത്രയും എനിക്ക് ടേസ്റ്റ് വൈസ് അത്രയും തോന്നിയില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഗോട്ട് ചീസിൽ ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ ചീസ് ഫില്ലിങ്, ഇതിപ്പോൾ ഞാൻ ഗോട്ട് ചീസാണെന്ന് തോന്നുന്നത്. ബീട്രൂട്ടിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഗോട്ട് ചീസായിട്ടാണ്. പക്ഷേ കുറച്ചുകൂടി പെപ്പർ വെക്കട്ടെ. ഞാൻ ജിജോന് ട്രൈ ചെയ്യാൻ കൊടുക്കാം, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഇത് ഏറ്റവും ബീട്രൂട്ട് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കലൊരു ചെറിയൊരു പണിയാട്ടോ. ബട്ട് എനിക്കെന്തോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരെണ്ണം ജിജോനെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ജിജോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ബീട്രൂട്ട് ഡംപ്ലിംഗ്. വീഗൻ അങ്ങനെയുണ്ട്. നല്ലല്ലേ? ഉറപ്പല്ലേ? ഞാൻ ആ പെപ്പർ ഇട്ടു, വിനാഗിരിയിലിട്ട പെപ്പർ. ആ ജിജോ, ഞാൻ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യണം, നോക്കി. നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആക്ച്വലി. ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യാം. ബട്ട് അത് ഇതിപ്പോൾ 1 മാസമായി ഞാൻ ഈ പെപ്പർ, ബട്ട് 1 മാസമായി ചോദിച്ചു. സാധാരണ ഉള്ളിയൊക്കെ വിത്തിൻ 2 days ആവണം. പെപ്പർ പക്ഷേ ഒരു മാസമായിട്ട് ഇങ്ങനെ വിനാഗിരിയിലിട്ട് വെച്ചു. സമയം എടുത്തു പക്ഷേ. ബട്ട് ഇത് നല്ല, ഇതൊക്കെ കാഞ്ഞിരപ്പള്ളി സ്പെഷ്യൽ റെസിപ്പീസാന്ന് തോന്നുന്നു. ഇനി ഗാർണിഷിങ്ങിന് ഞാൻ കുറച്ച് സ്പ്രിംഗ് അനിയൻ്റെ ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് കുറച്ച് ഒലിവ് ഓയിൽ. ഇതുപോലെ പുതിയ റെസിപ്പീസ് എനിക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ആക്ച്വലി കുറേ ഐഡിയാസ് കിട്ടും നമുക്കിങ്ങനെ. ഫില്ലിംഗ് ആയിട്ട് പനീറൊക്കെ യൂസ് ചെയ്യാം, ബട്ട് എനിക്കിതിപ്പോൾ ഗോട്ട് ചീസ് യൂസ് ചെയ്യാനാണ് തോന്നിയത്. ആദ്യത്തെ ഡിഷ് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനൊരു റീലിൽ കണ്ട റെസിപ്പിയാണ് ഓറഞ്ച് ജെല്ലി വിത്ത് കസ്റ്റേർഡ് വെച്ചാണ് അവർ തിക്കനാക്കണത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. ഇതൊരു 8 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ആൻഡ് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഹണി. ഇതിട്ടിട്ട് നമ്മുടെ കസ്റ്റേർഡൊക്കെ ചെയ്യണ പോലെ തന്നെ കുറച്ചൊന്ന് സെമി തിക്കാകുമ്പോൾ ഫ്രീസ് ചെയ്യും. എന്നിട്ട് ചെറിയ പരിപാടിയുണ്ട്, അതൊന്ന് ഫ്രീസ് ആവട്ടെ ആദ്യം. കസ്റ്റേർഡും ഓറഞ്ച് ജ്യൂസും കൂടി ഇതുപോലെ തിക്കല്ല സെമി തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് ഫ്രീസ് ചെയ്യും. ചൂടാറിയിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്യണം. ബട്ട് ഒറ്റ പ്രശ്നം, എനിക്കിപ്പോൾ ഒരു ഡൗട്ടുള്ളത്, ഇതിപ്പോൾ ഇനി ചൂടാറിയാലും നമ്മുടെ മറ്റേ പോപ്പ് സ്റ്റിക്ക് ഉണ്ടാക്കിയ പോലെ ഇത് വരാതെ ഇരിക്കുമെന്ന് മാത്രം എനിക്കൊരു ഡൗട്ടുണ്ട്. നോക്കാം. ടേസ്റ്റൊക്കെ നല്ല. നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ. ഞാനിപ്പോൾ ബോണുള്ള പീസ എടുത്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗ്രേവിയുടെ ടേസ്റ്റ് അങ്ങനെയാണ്. ബട്ട് റെസ്റ്റോറൻറ്റ്സിൽ പൊതുവേ ഇപ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റ്സിൽ എപ്പോഴും ബോൺലെസ് ആണ് ചില്ലി ചിക്കൻ, ആൻഡ് അതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ടേസ്റ്റ്. ആ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വിത്ത് ബോണാണ് ചെയ്യുന്നത്. സോ ഇതുപോലെ ചില്ലി ചിക്കൻ കട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വിത്ത് ബോണും കിട്ടും, ബോൺലെസ് പക്ഷേ എല്ലായിടത്തും അവൈലബിൾ ആണോ എന്നറിയില്ല. ലുലുവിൽ കിട്ടുമായിരിക്കും. ബോൺലെസ് ആണെങ്കിൽ നിങ്ങൾ തൈസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ വിത്ത് ബോണാണ്. ഇതിപ്പോൾ 1 kg 200 grams ചിക്കനാണ്. ആൻഡ് ഇതിൽ നിന്ന് ബോൺലെസ് പീസസ് ഞാൻ മാറ്റി നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള സ്റ്റോക്ക് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വിത്ത് ബോണാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ ഗാർലിക്ക് 1.5 ടീസ്പൂൺ ക്രഷ് ചെയ്തത്, ആൻഡ് സ്പൈസി മുളക് പൊടി 1/2 ടീസ്പൂൺ, സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ തന്നെ മതി. ബിക്കോസ് സോയാ സോസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള കാരണം സോൾട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ആൻഡ് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ.
ഇത്രയും ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ എന്തായാലും വെക്കണം, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ സോയാ സോസ് ആഡ് ചെയ്തേക്കണ കാരണം നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന പോലെ റെഡ് കളർ ചില്ലി ചിക്കൻ കിട്ടില്ല. അവർ വേണമെങ്കിൽ ലൈറ്റ് സോയ ആയിരിക്കും യൂസ് ചെയ്യണേ. ഞാനിപ്പോൾ ഡാർക്ക് സോയ യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് കിട്ടണ ഏതായാലും യൂസ് ചെയ്താൽ മതി. സോയാ സോസിൻ്റെ ബ്രാൻഡ് എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കണം. ഞാൻ ഈ ലീക്കങ്കി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. ഇനി ഇതിപ്പോൾ ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്യണേക്കാളും തൊട്ട് മുമ്പ് വേണം കോൺഫ്ലവർ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പരന്ന പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. ഒരുപാട് കോൺഫ്ലവർ ആയാൽ ഭയങ്കര കട്ടി പിടിച്ചിരിക്കും കോട്ടിങ്. അപ്പോൾ അത്രയും ആഡ് ചെയ്യേണ്ട, 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക. ആൻഡ് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ആൻഡ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക. ചെറിയ ബാച്ചസ് ആയിട്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. അപ്പോൾ എപ്പോഴും ചെറിയ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഉള്ളു വേവുമില്ല. ഇനിയൊരു 2 മിനിറ്റ്സ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ലോ ഫ്ലെയിമിലോട്ടാക്കാം. ഇനി ഒന്ന് കുറച്ചൊന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ മറിച്ചിടാം. ഒരു 2 മിനിറ്റ്സും കൂടി. 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ മറിച്ചിടാം. ഇനി ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ചില്ലി ചിക്കൻ്റെ സോസ് റെഡിയാക്കാം. ഇതിപ്പോൾ നമ്മൾ ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആക്കണ കാരണം സോയ സോസ് ഒരു 1/4 കപ്പ്. ലൈറ്റ് സോയ ആയാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്തിരി കളർ കുറഞ്ഞിരിക്കും. ആൻഡ് ഹണി ഒരു 1.5 ടീസ്പൂൺ. സ്വീറ്റ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ബട്ട് എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല. ആൻഡ് വിനീഗർ 1/2 ടീസ്പൂൺ. ആൻഡ് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഹെയിൻസിൻ്റെ യൂസ് ചെയ്യണേ. ഏതായാലും യൂസ് ചെയ്താൽ മതി. അതും ഒരു 1/4 കപ്പ്. കൂടുതൽ ആഡ് ചെയ്താൽ മധുരമായി പോകും. ആൻഡ് ചില്ലി പൗഡർ, സ്പൈസി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ആൻഡ് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. സാധാരണ ചിലർ പറയും പെപ്പർ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇന്ത്യൻ ടേസ്റ്റ് ആവുമെന്ന്. അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി. എന്തൊക്കെയായാലും ഒരു ഇന്ത്യൻ ടേസ്റ്റുള്ള ചില്ലി ചിക്കനാണ്, ബട്ട് കൂടുതലായാൽ ഭയങ്കര നമ്മുടെ നാടൻ ടേസ്റ്റ് വരും. ആൻഡ് സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സോയാ സോസ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, സ്വീറ്റിന് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതുപോലെ അങ്ങനെ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ എപ്പോഴും അതിപ്പോൾ എന്ത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിടാം. ആൻഡ് ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സോസിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നേരത്തെ നമ്മൾ ആഡ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണം. ഉള്ളി ഗ്രൈൻഡ് ചെയ്തത്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം മതി. അത് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തത്. ഇത് നോക്കണ്ട, ഇത് ഫ്രൈഡ് റൈസിൻ്റെ സാധനങ്ങളാണ്. ഈ ഉള്ളി ഇതുപോലെ വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ക്രഷ് ചെയ്യണ പോലെ, ഒരുപാട് അരിഞ്ഞുകൊണ്ടാണ്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക ഒരു 1/4 കപ്പൊക്കെ. ആൻഡ് ഉള്ളി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തില്ലേ, അത് ആഡ് ചെയ്യുക. ആൻഡ് വെളുത്തുള്ളി ഒരു 2 ടീസ്പൂൺ അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുക. ജിഞ്ചർ അതുപോലെ തന്നെ ക്രഷ് ചെയ്തത് ഒരു 2 ടീസ്പൂൺ തന്നെ. ആൻഡ് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇത് ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് സോസ് ആഡ് ചെയ്യുക. സോസ് എപ്പോഴും ഇതുപോലെ നേരത്തെ മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാൻ എപ്പോഴും കാണാറുണ്ട് നേരെ നമ്മൾ ഈ പാത്രത്തിലോട്ട് തന്നെ ആഡ് ചെയ്യും, അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ചൈനീസ് കുക്കിങ്ങിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോസ് ആഡ് ചെയ്തു. ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് തിക്കണം, കുറച്ചൊന്നും ആവട്ടെ, എന്നിട്ട് വേണം കോൺഫ്ലവർ ആഡ് ചെയ്യാനായിട്ട്. ഇനി കോൺഫ്ലവർ അതിപ്പോൾ ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ കോൺഫ്ലവർ ആഡ് ചെയ്യണം. ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. ആൻഡ് 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ആൻഡ് കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് ഒന്ന് തിക്കനാവട്ടെ. സോസ് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി സവാളയൊക്കെ ആഡ് ചെയ്യാനുണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് സോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണേ. നമ്മുടെ ചില്ലി ചിക്കൻ പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം അനിയൻസൊക്കെ റെഡി ആക്കാനുണ്ട്. അപ്പോൾ ചില്ലി ചിക്കൻ വിത്തൗട്ട് അനിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഇത് സോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ആഡ് ചെയ്തു പാനിലോട്ട്. ആൻഡ് സവാള മെയിൻ തിങ്, ഇതൊന്ന് കാണിക്കാവോ, ഇതുപോലെ വേണം അരിയാനായിട്ട്. ഇതുണ്ടോ, ഇതുപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുത്തു. ചില്ലി ചിക്കൻ എപ്പോഴും അങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതേ കാണാമോ?
സവാള ആഡ് ചെയ്തു. ഇതിപ്പോൾ ഒരു സവാളയൊക്കെ മതി കേട്ടോ, അല്ലെങ്കിൽ ഓവർ വെജിറ്റബിൾസ് ആയി പോകും. ആൻഡ് മെയിനായിട്ട് ചില്ലി ചിക്കൻ ആണല്ലോ, അപ്പോൾ ചില്ലി വേണം, കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഗ്രീൻ ചില്ലി ഞാനൊരു 4 ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി റെഡ്, ആൻഡ് ഗ്രീനും അതുപോലെ തന്നെ ഗ്രീനും പകുതി. ആൻഡ് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 1 മിനിറ്റ് സോട്ടേ ആവുള്ളൂ, ബിക്കോസ് നമ്മൾ ചൂടായിട്ടുള്ള ചിക്കനിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് കുക്കായിക്കോളും. ഇത്ര ആയാൽ മതി. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ, നേരത്തെ നമ്മൾ കോൺഫ്ലവർ 1 കപ്പ് വെള്ളമല്ല ആഡ് ചെയ്ത്, അത് 2 കപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബട്ട് അപ്പോഴും ഈ സോസിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി തിക്കായിട്ടുള്ള ചില്ലി ചിക്കനാണ് ഇഷ്ടം, തിക്ക് ഗ്രേവി ആയിട്ടുള്ള. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, മധുരമൊക്കെ കറക്റ്റാണോ നോക്കട്ടെ. എനിക്കിത് കറക്റ്റാണ്. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇത്, ബിക്കോസ് ഇതിലിപ്പോൾ ചില്ലിയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ടൊമാറ്റോ കെച്ചപ്പും ഹണിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈവൻ സോയ സോസ് വേണമെങ്കിലും ഈ സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യിച്ചാൽ മതി. ഇനി ഒരു ഫ്യൂഷൻ ഫ്രൈഡ് റൈസാണ് ചെയ്യാൻ പോണേ. ഞാൻ തന്നെ കണ്ടുപിടിച്ച, പണ്ട് ഞാൻ എവിടെയോ കഴിച്ചൊരു ഓർമ്മയുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് ഫ്രൈഡ് റൈസിൻ്റെ റൈസും ഉണ്ട്, നൂഡിൽസിൻ്റെ നൂഡിലും ഉണ്ട്, ആൻഡ് അമേരിക്കൻ ചോപ്സിയിലെ ക്രിസ്പി നൂഡിലുണ്ടല്ലോ അതുണ്ട്. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും നൂഡിൽസും മിക്സ് ആയിട്ടുള്ള രീതിയിലാണല്ലോ ചെയ്യണത്, ഈവൻ അമേരിക്കൻ ചോപ്സിയും. അപ്പോൾ അത് കാരണം ക്യാരറ്റ് നീളത്തിൽ അരിയണം ഒരെണ്ണം, അതുപോലെ തന്നെ പകുതി ക്യാരറ്റ് ഇങ്ങനെ പൊടി ഫ്രൈഡ് റൈസിന് പോലെ അരിയണം. ഈവൻ സെല്ലറിയും പൊടിയുള്ള അരിയണം, ആൻഡ് നീളത്തിലും അരിയണം. സെല്ലറിയും സ്പ്രിങ്ങിനും രണ്ടും. പിന്നെ നമ്മുടെ ചൈനീസ് ക്യാബേജ് ഉണ്ടല്ലോ, ഇത് വെച്ച് ഞാൻ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ചൈനീസ് ക്യാബേജ് നീളത്തിലും അരിയണം, പൊടിയുള്ള അരിയണം. ആൻഡ് ഇത് നൂഡിൽസ് നമ്മുടെ ഹക്ക നൂഡിൽ ഇതുപോലെ വേവിച്ച് വെച്ചു. 250 ഗ്രാം നൂഡിലാണ് വേവിച്ചത്, ആൻഡ് അതിൽ 200 ഗ്രാംസ് എടുത്ത് ഫ്രൈ ചെയ്തു, 50 ഗ്രാംസ് നൂഡിൽസും. എനിക്ക് ഫ്രൈഡ് നൂഡിൽ കൂടുതലായിട്ടിരിക്കണതാണ് ഇതിനിഷ്ടം. അപ്പോൾ അത് കാരണം. ആൻഡ് റൈസ് 1 കപ്പ്, ഫ്രൈഡ് റൈസിനുള്ള റൈസ് 1 കപ്പ് വേവിച്ച് ഇതുപോലെ വെച്ചു, ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചു. നൂഡിൽസിന് ഞാൻ യൂസ് ചെയ്ത ഈ ബ്രാൻഡാണ് കിമ്മിൻ്റെ ഹക്ക നൂഡിൽ. ആൻഡ് ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്ത അരി ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രീൻ റൈസ്. ഇനി റൈസിന് മെയിൻ തിങ് ഗാർലിക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്യണം. അത് കുറച്ച് കൂടുതലുള്ളതെന്നല്ല, 2 ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തത്. ഗാർലിക് ജസ്റ്റ് ഒന്ന് സോട്ടേ ആയാൽ മതി. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്, എല്ലാ ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ക്യാരറ്റ് പൊടിയിൽ അരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ക്യാപ്സിക്കം, സെല്ലറി ആൻഡ് സ്പ്രിംഗ് അനിയൻ. ആൻഡ് മെയിൻ തിങ് സെല്ലറിയുടെ ലീവ്സും കുറച്ച് ആഡ് ചെയ്യണം. ഇനി ഇതൊന്ന് സോട്ടേ ആയിട്ട് വേണം ചൈനീസ് ക്യാബേജ് ആഡ് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ട് സോട്ടേ ചെയ്യണം. ഇനി ക്യാരറ്റും സെല്ലറിയൊക്കെ സോട്ടേ ആയി കഴിയുമ്പോൾ നമ്മൾ നീളത്തിലരിഞ്ഞ് നമ്മുടെ ചൈനീസ് ക്യാബേജ് അതെപ്പോഴും ലാസ്റ്റ് മിനിറ്റ് വേണം ആഡ് ചെയ്യാൻ, ബിക്കോസ് അത് ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര മെസ്സായി പോകും നമ്മുടെ ഫ്രൈഡ് റൈസ്. ആൻഡ് പൊടിപോലെ അരിഞ്ഞ് ചൈനീസ് ക്യാബേജും ആഡ് ചെയ്യും. ആൻഡ് ഇതിന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഈ ചൈനീസ് ക്യാബേജ്. ഇനി ഫിഷ് സോസ് ആഡ് ചെയ്യുക. ഫിഷ് സോസ് ഞാൻ ഈ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഫിഷ് സോസ് ഒരു 2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് സോയ സോസ്, ലൈറ്റ് സോയ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഡാർക്ക് സോയ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്യുക. ഇനി നൂഡിൽസൊക്കെ ആഡ് ചെയ്യും. റൈസ് കുക്ക് ചെയ്തത് ആഡ് ചെയ്യുക. ഫ്രൈഡ് റൈസിന് ഓവറായിട്ട് കുക്കായി പോകരുത് റൈസ്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആൻഡ് ചിക്കൻ സ്റ്റോക്കിൽ കുക്ക് ചെയ്യാനും എപ്പോഴും ശ്രദ്ധിക്കണം. റൈസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്. പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെപ്പർ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇന്ത്യൻ ഫ്ലേവർ വരും. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ആൻഡ് നൂഡിൽസ് ആഡ് ചെയ്യുക. ലാസ്റ്റ് വേണം ഫ്രൈഡ് നൂഡിൽ ആഡ് ചെയ്യാൻ. മിക്സ് ചെയ്യുക. ആൻഡ് സോയ സോസും ഫിഷ് സോസൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് വീണ്ടും ആഡ് ചെയ്യുക. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ആക്ച്വലി നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് വേണമെങ്കിൽ ക്രിസ്പി നൂഡിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു 1/2 hour മുമ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചാലും നല്ല. ഇനി ഞാൻ ആ ഫ്രൈഡ് നൂഡിൽസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പോവാം. ഇത് കൂടുതലുണ്ട് കേട്ടോ, 300 ഗ്രാംസ് ടോട്ടൽ 250 ഗ്രാംസ് എടുത്തതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്പി നൂഡിലാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കണേ, എനിക്കിഷ്ടമായതുകൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോർഷൻ ഡിവൈഡ് ചെയ്താൽ മതി. ആൻഡ് ഈവൻ ഈ ക്രിസ്പി നൂഡിലുകൊണ്ട് നമ്മൾ സാലഡിലൊക്കെ ക്രഷ് ചെയ്തിടാനൊക്കെ നല്ല. ഇനി ഇത്തിരി ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫിഷ് സോസും ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് സോയ സോസും ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഡാർക്കായിട്ടിരിക്കും, ഡാർക്ക് സോയ ആയതുകൊണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നൂഡിൽസിൽ സ്പൈസി ആയിട്ടുള്ള നൂഡിൽസാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ചില്ലിയും കൂടി നേരത്തെ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത പോലെ ആഡ് ചെയ്യാം. പിന്നെ എഗ്സും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എഗ്സ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി, അതാണ് എപ്പോഴും നല്ലത്. സെറ്റായി.
ഇനി അടുത്ത ഒരു സാലഡ് ആട്ടോ. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു സാലഡ്. നമ്മുടെ ഫ്യൂഷൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ബട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് എരിവും കൂടി വേണം തോന്നി. അത് കാരണം ഞാൻ കുറച്ച് റെഡ് ചില്ലി, നമ്മുടെ പച്ചമുളക് തന്നെ പഴുത്ത ചില്ലി ഉണ്ടല്ലോ, അത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവിടെ എല്ലാവർക്കും ഇത്തിരി എരിവുള്ളത് ഇഷ്ടമാണ്. ചൈനീസിൽ എരിവും നമ്മുടെ ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഇഷ്ടമാണ്. ഇനി ചൈനീസ് മെയിൻ ഡിഷസിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയൊരു സാലഡാട്ടോ, ചൈനീസ് ക്യാബേജ് വെച്ച്. എന്തായാലും നമ്മൾ ചൈനീസ് ക്യാബേജ് മേടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള വെച്ച് ഈ സാലഡും എന്തായാലും ചെയ്യണം. ആൻഡ് സാൻഡ്വിച്ചും ട്രൈ ചെയ്യണം, അത് ഡിന്നറിന്. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചൈനീസ് ക്യാബേജ് ഒരു 200 ഗ്രാംസ് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നീളത്തിലും പൊടി പോലെ. ആൻഡ് വെള്ളം 1 കപ്പ് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് വിനാഗിരി ഈ 2 മൂടി ആഡ് ചെയ്യുക. ഇതങ്ങനെ പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല. മധുരവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് നന്നായിട്ട് ബോയിൽ ആവണം. എന്നിട്ട് ചൂടാറിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി വെള്ളം ചൂടാറുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച ചൈനീസ് ക്യാബേജിലോട്ട് സോൾട്ട് ഒരു പിഞ്ച് ആഡ് ചെയ്താൽ മതി. ഒരുപാട് ഉപ്പ് വേണ്ട. വിനാഗിരിയുടെയും ഷുഗറിൻ്റെയും ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കണ്ടേ. സോൾട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ആൻഡ് മെയിനായിട്ട് ഈ റെഡ് മുളക്, പച്ചമുളക്, പഴുത്ത മുളക് 2 എണ്ണം ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് ചൈനീസ് ക്യാബേജിലോട്ട് മിക്സ് ചെയ്യാം. ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറയാൻ മറന്നു കേട്ടോ, ഇഞ്ചി ചെറിയൊരു പിഞ്ച് മതി. ബട്ട് ഇഞ്ചി മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച ജിഞ്ചർ. ഇതൊരു ഫ്ലേവർ ഒരു രക്ഷയില്ല. എല്ലാ ചൈനീസ് ഡിഷസിൻ്റെ മടുപ്പ് മാറാനായിട്ട് ഇത് മസ്റ്റാണ്. നമ്മൾ പെപ്സിയൊക്കെ കുടിക്കില്ലേ, അതുപോലെ തന്നെ സാലഡിൻ്റെ വേർഷനിൽ ഇതാണ് വേണ്ടത്. ഇനി നമ്മുടെ ചൈനീസ് ക്യാബേജിൻ്റെ സാലഡ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ, പ്ലേറ്റ് ചെയ്യട്ടെ. ഇതിൽ മെയിൻ ഫ്ലേവർ വരുന്നത് ജിഞ്ചറിൻ്റെ ടേസ്റ്റ്, ചില്ലീൻ്റെ ടേസ്റ്റ്, സ്വീറ്റ് ആൻഡ് വിനാഗിരി. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബാലൻസ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ബട്ട് ഉപ്പ് കൂടാൻ പാടില്ല. നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ വിനാഗിരി ആൻഡ് ഷുഗറുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. ഇതൊന്ന് തണുത്തിട്ടാണ് കഴിക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ, ക്ലിം ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട്. ഞാനിതിപ്പോൾ സെർവ് ചെയ്യാൻ പോവാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആക്ച്വലി ഈ സാലഡിൽ കാര്യം സിമ്പിളാണെങ്കിലും വിനാഗിരിയുടെ ടേസ്റ്റും ഷുഗറിൻ്റെ ടേസ്റ്റും കൂടുതലായിട്ടാണ് നിൽക്കണം. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ആഡ് ചെയ്തതിൽ എനിക്കെന്തോ മിസ്സിങ് തോന്നുന്നു. അത്രയും ഞങ്ങൾ ട്രൈ ചെയ്ത് അത്രയും ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ വിനാഗിരിയും ഷുഗറൊക്കെ വീണ്ടും ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷുഗർ മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. തിളപ്പിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് ആഡ് ചെയ്യാൻ പോവുക. ഞാൻ സെർവ് ചെയ്യുന്നവരെ ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യട്ടെ, ഇത്തിരി തണുത്തിരിക്കുന്നതാണ് നല്ലത്. ഇനി ആ സാൻഡ്വിച്ച് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചൈനീസ് ക്യാബേജ് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് വാങ്ങിക്കുമ്പോൾ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ റൊമീൻ ലെറ്റ്യൂസിനേക്കാളും നല്ലതാണ് ഈ ചൈനീസ് ക്യാബേജ് സാലഡ്സിൽ ആഡ് ചെയ്താൽ. നല്ലൊരു ഹെൽത്തി സാലഡ് ഞാനിപ്പോൾ കാണിക്കാം. ഇനി ആ ചില്ലി ചിക്കനിന് ഞാൻ കുറച്ച് ബോൺലെസ് പീസസ് മാറ്റി ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്കിന് വേണ്ടി. അത് തന്നെ ഇതുപോലെ ഷ്രെഡ് ചെയ്തു. ആൻഡ് ചൈനീസ് ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തു. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബാക്കിയുള്ള എല്ലാ ചൈനീസ് വെജിറ്റബിൾസും ഇതുപോലെ കട്ട് ചെയ്തു. സ്പ്രിംഗ് അണിയൻ, സെലറി, എന്തൊക്കെ ബാക്കി വന്നോ അതെല്ലാം കൂടി ഇതുപോലെ കട്ട് ചെയ്തു. ആൻഡ് ഹങ്കേർഡും മേവും കൂടി മിക്സ് ചെയ്യാൻ പോവാം, ഉപ്പും പെപ്പറും. അതാണ് രാത്രിയത്തേക്കുള്ള സാൻഡ്വിച്ച്. അപ്പോൾ ഇതുപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ലഞ്ചിനും ഡിന്നറിനൊക്കെ ടോട്ടലി ഡിഫറെൻറ്റ് ഡിഷസ് ട്രൈ ചെയ്യാം. മിക്സ് ചെയ്യട്ടെ. ഹങ്കേർഡ് ഇത് എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും കാണാം. ഇത് സാൻഡ്വിച്ചിന് കുറേ കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഈ സാൻഡ്വിച്ചിൽ ഇപ്പോൾ ഞാൻ ഹങ്കേർഡും യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് മേയവും ഇടുന്നുണ്ട്. അപ്പോൾ മേനേസിൻ്റെ ടേസ്റ്റ് കുറച്ചുള്ളതാണ് നല്ലത്. അപ്പോൾ ഹെൽമെൻസിൻ്റെ മേയോ ആണ് ഞാൻ യൂസ് ചെയ്യണേ. അതും ഈ ഹങ്കേർഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡ്രസ്സിങ്. ആൻഡ് കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ. ഇനി നന്നായിട്ട് നമ്മൾ യൂഷ്വൽ സാൻഡ്വിച്ചസിന് ചെയ്യണ പോലെ തന്നെ മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിങ്ങനെ തന്നെ സാലഡായിട്ട് കഴിക്കാനും നല്ല. നിങ്ങൾക്ക് ഇച്ചിരി മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അത് ഈവൻ സാൻഡ്വിച്ചസിനാണെങ്കിലും ഇച്ചിരി ഷുഗർ ആഡ് ചെയ്യുന്നത് നല്ല. ഹങ്കേർഡിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുള്ളതല്ല, ഈവൻ മേനൈസും. പക്ഷേ ഹങ്കേർഡാണ് കൂടുതൽ വേണ്ടത്, മേനൈസ് കുറച്ച് മതി, ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് മാത്രം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. പിള്ളേർക്കൊക്കെ നമ്മുടെ ടിഫിനിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയ സാൻഡ്വിച്ച് കേട്ടോ, കുറേ കൂടെ ഹെൽത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഷുഗർ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. കുറച്ച് മധുരമുള്ളത് നല്ലത്. ഒരു 1 ടീസ്പൂണൊക്കെ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക്, അല്ലെങ്കിൽ ഒരു പിഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ കൂടുതൽ എടുത്തേക്കണ കാരണം ഇങ്ങനെ. ഈ ഹങ്കേർഡും മേയും കൂടി ആയിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര നല്ല, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ
ഇത് ലാസ്റ്റ് മിനിറ്റ് കഴിക്കുന്നേക്കാളും മുമ്പ് നിങ്ങൾ ഇത് സാൻഡ്വിച്ച് ബ്രെഡിൽ ഫില്ല് ചെയ്താൽ മതി. ഈവൻ സാലഡായിട്ട് ഡിന്നറിന് നല്ല സാൻഡ്വിച്ച് സെറ്റ് ചെയ്യട്ടെ. ഈ ഹങ്കേർഡ് ഉണ്ടാക്കുന്നത് ഞാൻ ചീസ് ഡിപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹങ്കേർഡ് ഉണ്ടാക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. സാൻഡ്വിച്ച് റെഡി. ഇപ്പോൾ ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ വീണ്ടും ഞാൻ പേര് പറഞ്ഞു കേട്ടോ, ഫ്യൂഷൻ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ വിത്ത് ഗ്രേവി, അതിനെ മാച്ച് ചെയ്യുന്ന കോംപ്ലിമെൻ്റ് ചെയ്യുന്ന സാലഡ്, പൊറോട്ട എനിക്ക് ചില്ലി ചിക്കൻ്റെ കൂടെ വേണം, അത് കാരണം അതുകൊണ്ട്, ആൻഡ് ബീട്രൂട്ട് ആൻഡ് ഗോട്ട് ചീസ് ഡംപ്ലിംഗ്. പിന്നെ നമ്മുടെ ഒരു ഡിസേർട്ട് അവിടെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇതെനിക്കൊന്ന് കുറച്ചും കൂടി നേരം സെറ്റ് ആവാനുണ്ടെന്ന് തോന്നുന്നു. ബട്ട് 2-3 പീസസ് വന്നിട്ടുണ്ട്. വേണ്ട, സെറ്റാണ് കേട്ടോ. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്യണം, അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണേ. ബട്ട് ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് ടേസ്റ്റും നല്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ ഫ്രൂട്ട്സിലും ഇത് ചെയ്താൽ നല്ലതായിരിക്കും. ആൻഡ് പ്രോപ്പർ റെസിപ്പിയിൽ, ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി റോൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരെണ്ണത്തിലൊന്ന് റോൾ ചെയ്തിട്ട് നോക്കട്ടെ, ബിക്കോസ് ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ്. ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിലേ ബാക്കി ഇടുന്നുള്ളൂ. കണ്ടോ, ജെല്ലി പോലെ. ഇതെനിക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റണില്ല, ബിക്കോസ് മറ്റേ ജെല്ലി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അത് നല്ലതാണ്. കോക്കനട്ടിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ മതി. എനിക്കൊന്ന് മിൽക്ക് പൗഡർ ആഡ് ചെയ്താൽ കൂടുതൽ നല്ലതാണെന്നൊരു സംശയമുണ്ട്. ഇതെല്ലാം കൂടി ട്രൈ ചെയ്തിട്ട് വേറെ ദിവസം ഇടാം. ബട്ട് കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് അങ്ങനെ നിർബന്ധമില്ല. ബട്ട് ഈ ജെല്ലി ടോട്ടലി ഞാൻ ഇമ്പ്രസ്ഡ് ആണ് ഈ ഒരു റെസിപ്പിയിൽ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ആർക്കും ഇഷ്ടമായില്ല. അപ്പം ഞാനിതേ നേരത്തെ പറഞ്ഞ എവറിഡേ മിൽക്ക് പൗഡർ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ തന്നെ റോൾ ചെയ്യും കാണാൻ. പക്ഷേ ഇങ്ങനെ ഈ വൈറ്റ് പൗഡർ റോൾ ചെയ്യുമ്പോൾ കാണാൻ നല്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ ഇതും ഓക്കെ ആണെന്നുള്ളൂ. പാൽപ്പൊടിയുടെ ടേസ്റ്റ് നല്ല, ബട്ട് ജെല്ലിയുടെ ടേസ്റ്റ് ഭയങ്കര റിഫ്രഷിങ്. അത് കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഫ്രൈഡ് റൈസ് ഫ്യൂഷൻ ട്രൈ ചെയ്യട്ടെ. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, അത് കാരണം കുറച്ചേ എടുക്കണുള്ളൂ കേട്ടോ. ചില്ലി ചിക്കൻ വിത്ത് ഗ്രേവി അത് റെഡി. ബീട്രൂട്ട്, നമ്മുടെ ഗോട്ട് ചീസ് ഫില്ല് ചെയ്ത ഡംപ്ലിംഗ്, ഇതെനിക്ക് ട്രൈ ചെയ്ത് വളരെ ഹാപ്പിയാണ്. ആൻഡ് ചൈനീസ് ക്യാബേജിൻ്റെ സാലഡ്. ഇത് ജിജുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ. ആൻഡ് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് കാരണമാണ് ഇതും കൂടി ആഡ് ചെയ്തത്. വീഡിയോ ലോങ് ആയി പോകുമെന്നറിയാം, ബട്ട് നിങ്ങളിത് ഉണ്ടാക്കുവാണെങ്കിൽ ഇതും കൂടി ഉണ്ടാക്കണം. ബീട്രൂട്ട് ഡംപ്ലിംഗ് ആദ്യം ഇത് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാനാണ് നല്ലത്. ഇത് സാലഡിൻ്റെ വേറെ ഫോം ഓഫ് പ്രസൻറ്റേഷനാണിത്. ആൻഡ് ടേസ്റ്റും ആൻഡ് ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ എന്നുള്ള കോൺസെപ്റ്റിൽ പൊടിയാണ്. ടേസ്റ്റ് വൈസും ആൻഡ് കളർ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ ഫ്യൂഷൻ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്തേ. ഇന്ന് ശരിക്കും കഴിക്കട്ടെ. മണ്ണ കഴിച്ച് കഴിഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി എന്ന് പറയണം. ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വരും കേട്ടോ. കാരണം ഫിഷ് സോസ് ആഡ് ചെയ്യണ കാരണം. ആൻഡ് ക്രിസ്പി. ഇപ്പോൾ ഇത്രയും നേരമായല്ലോ വീഡിയോ എടുത്ത് കഴിയാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സാധനം കുറച്ച് സോഗിയായി. ബട്ട് എന്നാലും ടെക്സ്ചർ വൈസ് ഡിഫറെൻറ്റ്. അത് കാരണം ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് അത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ക്രിസ്പി നൂഡിലുണ്ടല്ലോ, നമ്മുടെ അമേരിക്കൻ ചോപ്സിയുടെ ഫ്രൈഡ് നൂഡിലുണ്ടല്ലോ. ഫ്രൈഡ് നൂഡിൽ ഉണ്ടാക്കാനായിട്ട് അമേരിക്കൻ ചോപ്സിയുടെ ഫുൾ റെസിപ്പിയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രൈഡ് നൂഡിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയാം. ജസ്റ്റ് ഹാഫ് കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ആൻഡ് ലിങ്ക്, അമേരിക്കൻ ചോപ്സിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ആക്ച്വലി നല്ലൊരു കണ്ടുപിടുത്തമാണ്. റൈസും നൂഡിൽസും ഫ്രൈഡ് നൂഡിലും വരണ കാരണം ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ടെക്സ്ചർ വൈസ് ഡിഫറെൻ്റാണ്. ടേസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ടു പ്രോപ്പർ ചൈനീസ് ഡിഷസിൻ്റെ റൈസസിൻ്റെയൊക്കെ പോലെ. ആൻഡ് ചില്ലി ചിക്കൻ. ഇത് എരിവ് വന്നിട്ട് മധുരം ഇതിൽ കുറവാട്ടോ. എൻ്റെ ഇതിൽ മധുരം കുറവാണ്. അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് കോൺഫ്ലവർ ഒരിക്കലും കൂടിപ്പോരും. നമ്മൾ സോസ് ഉണ്ടാക്കൂലേ, അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി. കൂടുതൽ ആഡ് ചെയ്താൽ ഭയങ്കര കോൺഫ്ലവർ ടേസ്റ്റ് ആയി പോകും. ആൻഡ് പൊറോട്ടയുടെ കൂടെ നല്ല, റൈസിൻ്റെ കൂടെ നല്ല. ആൻഡ് സാലഡ്.
സാലഡ് എനിക്ക് തോന്നുന്നു ശരിക്കും കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ട്രൈ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ. ബിക്കോസ് ഭയങ്കര സിമ്പിളാണ്, വെറുതെ ഷുഗറും വിനീഗറും ജിഞ്ചറൊക്കെ ഉള്ളൂ. ചൈനീസ് ക്യാബേജ് തീർക്കണമെങ്കിൽ ഈ ഒരു സാലഡ് ബെസ്റ്റാണ്. ആൻഡ് ടേസ്റ്റ് വൈസും നല്ല, ഹെൽത്ത് വൈസും നല്ല, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് സാലഡ് ഫോർ ചൈനീസ് ഡിഷസ്. ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കട്ടെ. ഇതെന്താണെന്ന് അറിയട്ടെ, ഈ ഫ്രൈഡ് റൈസിൻ്റെ ആ സോയ സോസൊക്കെ ബ്രേക്ക് ചെയ്യണ പോലത്തെ ടേസ്റ്റാണ് ഈ സാലഡിന്. ആൻഡ് ചില്ലി ചിക്കൻ്റെ സോയ സോസും സ്വീറ്റ്നെസ്സും കൂടി, കുറച്ച് ചില്ലിയും സ്വീറ്റ്നെസ്സും എല്ലാം കൂടി വന്നിട്ട് പെർഫെക്റ്റ് കോംബോ. ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ എല്ലാ ഡിഷസും തന്നെ നല്ല. ഈവൻ ഞാൻ നേരത്തെ കാണിച്ചില്ല ഈ ഡെസേർട്ട്, അത് പൊളിയാണ്. അപ്പോൾ ബൈ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷസ് ഇഷ്ടമുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെ ട്രൈ ചെയ്യാം.